സർക്കാരിനെതിരായ വിമർശനത്തിൽ ഉറച്ചു നിൽക്കുന്നതായി സൂചിപ്പിച്ച് ഗീവർഗീസ് മോർ കൂറിലോസ് താൻ ഇടതുപക്ഷത്ത് തന്നെയാണെന്ന് വ്യക്തമാക്കിയ അദ്ദേഹം കൂടുതൽ പ്രതികരണത്തിന് ഇല്ല എന്നും പറഞ്ഞു. അതേസമയം മുഖ്യമന്ത്രിയുടെ വിമർശനത്തെ തള്ളി ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട CPM ഏരിയ കമ്മിറ്റി അംഗം കൂറിലോസിനൊപ്പം വേദി പങ്കിട്ട് പരസ്യ പിന്തുണ അറിയിക്കുകയും ചെയ്തു. റിപ്പോർട്ടിലേക്ക് ആദ്യം. ഇനിയൊരു പ്രളയം ഉണ്ടാകുമെന്ന് ധരിക്കേണ്ട എന്നാണ് ആ പുരോഹിതൻ പറഞ്ഞതായിട്ട് കണ്ടത്. പുരോഹിതന്മാരുടെ ഇടയിലും ചിലപ്പോൾ ചില വിവരദോഷികളുണ്ടാവും എന്നതാണ് ആ വാചകത്തിലൂടെ വ്യക്തമാകുന്നത്. ഫേസ്ബുക്ക് കുറിപ്പിലെ വിമർശനം സർക്കാരിനും ഇടതുപക്ഷത്തിനും എതിരായിരുന്നു. അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയാകട്ടെ തികച്ചും വ്യക്തിപരവും. ഞാൻ പറഞ്ഞത് അവിടെ ഇപ്പോഴും കിടപ്പുണ്ട്. വ്യക്തിപരമായ പരാമർശങ്ങളോട് ഞാൻ ഒരിക്കലും ഒരിടത്തും പ്രതികരിച്ചിട്ടില്ല, അതിനി ഉണ്ടാകത്തുമില്ല. ഫേസ്ബുക്ക് കുറിപ്പിലേക്ക് തന്നെ അദ്ദേഹം വിരൽ ചൂണ്ടുമ്പോൾ വിമർശനത്തിന്റെ രാഷ്ട്രീയ ഭാവിയാണ് വ്യക്തമാകുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ വിമർശകർ എല്ലാം ശത്രുക്കളല്ല എന്ന് ഫേസ്ബുക്കിൽ കുറിപ്പിട്ട പാർട്ടി തിരുവല്ല ഏരിയ കമ്മിറ്റി അംഗം നിലപാട് കൂടുതൽ വ്യക്തമാക്കി. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് പരിസ്ഥിതി വാരാഘോഷ പരിപാടിയിൽ കൂറിലോസിനൊപ്പം വേദി പങ്കിട്ടുകൊണ്ടായിരുന്നു ഇത്. ഉറച്ച നിലപാടുകൾ ഉറച്ചു പറയുന്നത് തന്നെയാണ് ഒരു നല്ല വ്യക്തിയുടെ ലക്ഷണം. അത് പ്രകൃതിയുടെ കാര്യത്തിലാണെങ്കിലും പൊതുവായ രാഷ്ട്രീയ കാര്യങ്ങളിലാണെങ്കിലും പറയാനുള്ളത് തുറന്നു പറയുക, ആരെയും ഭയപ്പെടാതെ തുറന്നു പറയുക എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ വിവരദോഷി പരാമർശത്തെ പ്രതിപക്ഷം രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചു. സർക്കാരിനെ വിമർശിക്കുന്നവരെല്ലാം വിവരദോഷികളാണ് എന്ന് പറയാനുള്ള ഈ ധാർഷ്ട്യം, ഇത്രയും കനത്ത ആഘാതം ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടും പിണറായി വിജയൻ അത് മാറ്റിയിട്ടില്ല എന്നത് വിസ്മയിപ്പിക്കുന്നു. താമരശ്ശേരി ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ച ആ കാലഘട്ടത്തിൽ നിന്ന് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം ഒരടി പോലും മാറിയിട്ടില്ല. വെള്ളാപ്പള്ളി നടേശനും പിണറായിക്കെതിരെ രംഗത്തെത്തി. ഒരുപാട് ഭാഷാ ശൈലി എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ ഭാഷാ ശൈലി കൊണ്ട് മാത്രം ആണ് ഭരണം പോയതിൽ വികാരം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കുന്നില്ല. പിന്നെ കൂടെ ഇരിക്കുന്നവർ ഒരുപാട് പേരുണ്ടല്ലോ, അവരുടെ ശൈലി കൂടെ നന്നാക്കാൻ പാടില്ല. വിവാദ പരാമർശം തിരുത്താൻ മുഖ്യമന്ത്രിയെ പോലൊരാൾ മടിക്കരുതെന്ന് സത്യദീപം മുൻ എഡിറ്റർ ഫാദർ പോൾ തേലക്കാട് പ്രതികരിച്ചു. ജനാധിപത്യം എന്ന് പറയുന്നത് വിമർശനത്തിലുള്ള സ്വാതന്ത്ര്യമാണ്. പല അഭിപ്രായങ്ങളും പല വീക്ഷണങ്ങളും ഒരേ കാര്യത്തെക്കുറിച്ചുണ്ടാകാം. അത് കേൾക്കാനുള്ള മനസ്സില്ലാത്തവർ ജനാധിപത്യത്തിൽ ജീവിക്കുക അത്ര എളുപ്പമല്ല. ഭരണാധികാരികൾ ഏകാധിപതികളാകരുതെന്ന് കേരള കൗൺസിൽ ഓഫ് ചർച്ചസ് വാർത്താക്കുറിപ്പിൽ പ്രതികരിച്ചു. എന്നാൽ ഗീവർഗീസ് മോർ കൂറിലോസിന്റേത് സഭയുടെ നിലപാടല്ലെന്ന് യാക്കോബായ നേതൃത്വം വ്യക്തമാക്കി. വിവിധ ബ്യൂറോകൾക്കൊപ്പം മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. അതിഥികളായി നമ്മോടൊപ്പം കാത്തലിക് ഫെഡറേഷൻ ദേശീയ പ്രസിഡന്റ് PP ജോസഫും ഒപ്പം ഇടതു സഹയാത്രികൻ ശ്രീ റെജി ലൂക്കോസും നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ റെജി ലൂക്കോസ്, നമ്മുടെ മുഖ്യമന്ത്രിക്ക് എന്താണ് പറ്റിയത്? കാരണം നമ്മൾ ഒരു പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിൽക്കുമ്പോൾ ഒന്ന് തലകുനിക്കും. സാധാരണ ഒരു മനുഷ്യനാണെങ്കിൽ തലകുനിക്കുക സ്വാഭാവികമാണ്. അതും നമുക്ക് നല്ലത് എന്ന് വരണമെന്ന് ചിന്തിക്കുന്ന കോണുകളിൽ നിന്നുള്ള വിമർശനങ്ങളെ ആ രീതിയിൽ സാധാരണ എല്ലാവരും കാണാറുള്ളതും അങ്ങനെയാണ്. ഒരു സഭയുടെ ഒരു പുരോഹിതൻ ഇങ്ങനെ ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ, തിരുത്തൽ വേണം, തിരുത്തേണ്ട കാര്യങ്ങൾ നിർദ്ദേശിക്കുമ്പോൾ അതിനോട് ഇങ്ങനെ അസഹിഷ്ണുവായി വളരെ മോശം പദപ്രയോഗങ്ങൾ നടത്തുന്ന മുഖ്യമന്ത്രിയുടെ പദങ്ങളെ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടി വരിക? ശ്രീ റെജി ലൂക്കോസ്. പ്രജീഷ്, ബഹുമാനപ്പെട്ട മാർ കൂറിലോസ് തിരുമേനിയും ഒരു ഇടതുപക്ഷത്തിനോടൊപ്പം നിൽക്കുകയും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി ശക്തമായ രീതിയിലുള്ള നിലപാട് സ്വീകരിക്കുകയും സഖാവ് കൂറിലോസുള്ള പേര് പോലും അദ്ദേഹം സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാലും തന്റെ നിലപാടിനെ ഉറച്ച നിലപാടുകളിലൂടെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇവിടെ വിഷയം എന്താ? ഇവിടെ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഞാൻ വായിച്ചതാണ്. അതിൽ 2 വാക്യങ്ങൾ എല്ലാവരെയും വിഷമിപ്പിച്ചു. നമ്മുടെ സമൂഹത്തില് ഒരു ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണെന്നുള്ളതിന്റെ ഒരു മാതൃകയായിരുന്നു നമുക്ക് വന്ന പ്രളയം, അതുപോലെ തന്നെ ഈ പറയുന്ന കോവിഡ്. അപ്പൊ കിറ്റ് അത് കൊടുത്തത് എന്തിനാ? ഒരു സർക്കാരിന്റെ സ്വാഭാവിക ചുമതലയാണ് തങ്ങളുടെ നാട്ടിലെ ജനങ്ങളെ പട്ടിണിക്കിടാതെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത്. അത് കൃത്യമായ രീതിയിൽ നിർവഹിച്ചൊരു സർക്കാരിന്, ഇടതുപക്ഷ സർക്കാർ. അതുപോലെ തന്നെയാണ് പ്രളയം. നമുക്ക് മുൻപരിചയമൊന്നുമില്ല, പക്ഷെ എത്ര മനോഹരമായിട്ടാണ് ജനങ്ങളെ ജീവൻ രക്ഷിച്ചത്. നമ്മുടെ കടൽ തീരത്തെ സേനയെ ഇറക്കി ഏതെല്ലാം രീതിയിലാണ് അതിനെ പ്രതിരോധിച്ചത്. അപ്പൊ അതിനെ കുറിച്ച് ഇനി അത് വരില്ല എന്ന് പ്രതീക്ഷിച്ചുള്ള ആ 2 വാക്കുകൾ അത് ഇത്തിരി വേദന ഉളവാക്കുന്നതാണ്. ബാക്കിയുള്ളതിനെ കുറിച്ചൊന്നും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിമർശിച്ചിട്ടില്ല. വിമർശനം ഉൾക്കൊള്ളും. നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ട വസ്തുതയുണ്ട്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏത് വാക്ക് ഉപയോഗിച്ചാലും കഠിനമായ രീതിയിൽ വിമർശിക്കുകയും സുരേഷ് ഗോപി പോലെയുള്ളവർ തന്റെ
സ്വന്തം ഡ്രൈവറെ മുതുകത്ത് മാരകമായി ഇടിച്ചാൽ വിശുദ്ധ തലോടലെന്നും പറഞ്ഞുകൊണ്ട് ആഘോഷിക്കുകയും ചെയ്യുന്ന ഈ ഇരട്ടത്താപ്പാണ് നിങ്ങൾ ആദ്യം മാറ്റേണ്ടത്. ഈ രീതിയിലുള്ള വിമർശിക്കുന്നവര് മുഖ്യമന്ത്രി അതിനകത്ത് വിവരദോഷികളുണ്ട് എന്ന് പറഞ്ഞതിനകത്ത് അദ്ദേഹത്തിന്റെ ശൈലി അദ്ദേഹം ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതേസമയം മാർ കൂർലോസിന്റെ വാക്ക് മറ്റു ഒരു കാര്യങ്ങളെയും അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട്. രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതായത് അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിട്ടുമില്ല. കാരണം ഞാൻ ചോദിക്കട്ടെ, കാരണം ശ്രീ റെജി ലൂക്കോസ് അദ്ദേഹത്തിന്റെ വരികൾ വായിച്ചു കഴിഞ്ഞാൽ കാരണം എത്രയോ നല്ല രീതിയിലൊരു ഉപദേശമാണ് അദ്ദേഹം നടത്തുന്നത്. കാരണം എന്താണ് പരാജയത്തിന്റെ കാരണങ്ങൾ എന്നറിയുമ്പോൾ സാമ്പത്തിക നയങ്ങളിലെ പരാജയം അത് സത്യമല്ലേ? സാമ്പത്തിക നയങ്ങളിലെ സാമ്പത്തിക അച്ചടക്കമില്ലായ്മ ഈ സർക്കാരിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പോരായ്മയായിരുന്നു. രണ്ട്, ധൂർത്തിനെ കുറിച്ച് പറയുകയേ വേണ്ട. ഓരോ ദിവസവും വൈകുന്നേരത്തെ ചർച്ചകളിൽ നമ്മളൊക്കെ പറഞ്ഞ് പോയ പല്ലവികളാണ് സർക്കാരിൻ്റെ ധൂർത്ത്. മൂന്ന്, വളരെ മോശമായ പോലീസ് നയങ്ങൾ എന്ന് പറഞ്ഞാൽ പടുകുഴിയിൽ വീണ പോലീസാണ്. ഗുണ്ട ഏത് പോലീസ് സ്റ്റേഷനിൽ എന്ന കള്ളൻ ഏത് പോലീസ് ഏത് തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥ, അത് അദ്ദേഹം പറഞ്ഞു. പിന്നെ സഹകരണ ബാങ്കിൽ ഉൾപ്പെടെ നടന്ന അഴിമതികൾ, സഹകരണ ബാങ്കിൻ്റെ കൊടും കൊള്ളയാണ് നടന്നത്. അതാണ് തൃശ്ശൂരിലൊക്കെ ഏറ്റുവാങ്ങിയിട്ടുള്ള കനത്ത പരാജയം എന്നുള്ളത് വ്യക്തമാണ്. പിന്നെ പെൻഷൻ മുടങ്ങിയത് അടക്കം പാവപ്പെട്ടവരെ അവഗണിച്ചുള്ള നീക്കങ്ങൾ ഉറപ്പല്ലേ? അത് പറയേണ്ടതില്ല. രണ്ട്, SFIയുടെ അക്രമാസക്ത രാഷ്ട്രീയം, വളരെ മനോഹരമായിട്ടുള്ള SFIയുടെ രക്ഷാപ്രവർത്തനങ്ങൾ പല കോണുകളിലൂടെ കേരളം കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് വിമർശനങ്ങളോടൊപ്പം വായിക്കുകയും അതിനോട് രണ്ടുപേര് ചേർത്ത് ആലങ്കാരികമായ ഒരു പദപ്രയോഗമാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചതെങ്കിൽ അത് അദ്ദേഹം പറയണമായിരുന്നു. അപ്പോൾ മറിച്ച് ഈ നമ്മളിപ്പോൾ ഒരു ഘട്ടം എന്താണ് നിൽക്കുന്നത്? മുഖ്യമന്ത്രി തന്നെ പറയുന്നു താഴേക്കടിയിൽ വരെ പരിശോധനകൾക്കുള്ള സാധ്യതയാണ് അദ്ദേഹം തുറന്നിടുന്നത്. ആദ്യമേ തന്നെ ഇങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രി താണ്ടിതാ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, വിമർശിച്ചവർ വിവരദോഷികളാണ്. അപ്പോൾ താഴത്തെ സംഘടനയുടെ ഏറ്റവും താഴെത്തട്ടിലെ നിയന്ത്രിക്കുന്ന ശക്തി കേന്ദ്രമായ ബ്രാഞ്ച് സെക്രട്ടറിയും മുഖം തിരിക്കും. ഈ ബ്രാഞ്ച് സെക്രട്ടറിക്കും ഈ വിമർശനങ്ങൾ അല്ലെങ്കിൽ അതാത് ഘടകങ്ങളിലെ വിമർശനങ്ങളോട് ഒരു ധാർഷ്ട്യം വരിക സ്വാഭാവികമാണ്. അപ്പോൾ മുഖ്യമന്ത്രിയിൽ നിന്നും നേതൃപദവിയിൽ നിൽക്കുന്ന ആള് തന്നെ ഇത്തരത്തിൽ ഒരു അസഹിഷ്ണുവാണെങ്കിൽ എന്ത് ചെയ്യുമെന്നൊരു ചോദ്യം പ്രസക്തമല്ലേ ശ്രീ റെജി ലൂക്കോസ്? പ്രതീക്ഷ അതിനെ ആ രീതിയിലല്ല കാണേണ്ടത്. അതായത് ബഹുമാനപ്പെട്ട മാർ കൂർലോസുമായിട്ട് ഞാൻ വളരെയധികം സൗഹൃദമുള്ള ഒരാളാണ്. എനിക്ക് അദ്ദേഹത്തിന് വളരെ ആരാധനയോടെയാണ് ഞാൻ അദ്ദേഹത്തെ വീക്ഷിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഉറച്ച നിലപാടുകളൊക്കെ നമ്മൾ ആദരവോടെ കാണുന്നത്. അദ്ദേഹത്തിന് വിമർശിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്, എല്ലാവർക്കും ഉണ്ട് അവകാശം, മാധ്യമങ്ങൾക്കും ഉണ്ട്. ഇതുപോലുള്ള സാമൂഹിക രംഗത്ത് നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും വിമർശിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. അത് അദ്ദേഹം വിമർശിച്ചു. അതിനെ മുഖ്യമന്ത്രി ഒരു അസഹിഷ്ണുതയും പ്രകടിപ്പിച്ചിട്ടില്ല. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, പാർട്ടി തന്നെ പറഞ്ഞു, താഴെ മുതൽ തന്നെ തിരുത്തലുകൾ വേണ്ടി വന്നാൽ അത് എടുക്കാൻ തയ്യാറാണ് ഈ പാർട്ടി. ആദ്യമായിട്ടൊന്നും ജനങ്ങളുടെ ശിക്ഷ ഏറ്റുവാങ്ങുന്നത്. ഇതിനു മുമ്പ് ഇതിലും ഭയങ്കരമായ രീതിയിലുള്ള പരാജയങ്ങൾ ഈ പ്രസ്ഥാനം ഏറ്റുവാക്കിയിട്ടുണ്ട്. ജനാധിപത്യത്തിൽ അതൊരു പ്രത്യേകതയാണ്. ജനങ്ങൾക്ക് തിരുത്താനുണ്ടെങ്കിൽ അവർ വോട്ടെടുപ്പിലൂടെ തിരുത്തിക്കും. അതിനൊന്നൊരു തർക്കമല്ല. ഈ പറഞ്ഞ രണ്ട് വാക്കുകൾ പ്രതീക്ഷ അറിയാമല്ലോ, കിറ്റ് കൊണ്ട് ഇനി ഭരണത്തിലേറാൻ നോക്കണ്ട, അല്ലെങ്കിൽ ഇനി ഒരു പ്രളയമുണ്ട്, അതൊക്കെ നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പാടില്ലാത്ത പ്രകൃതി ദുരന്തങ്ങൾ വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനെ ഒരു സർക്കാരിന്റെ മുന്നോട്ടുള്ള പ്രയാണവുമായിട്ട് ബന്ധിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാല് അത് വിഷമം ഉണ്ടാക്കും. അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. ഞാൻ എന്തിനാ പറഞ്ഞത്, മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് വാക്ക് പറഞ്ഞാലും അത് ദാർഷ്ട്യത്തിന്റെ ഭാഷയാണെന്നും അദ്ദേഹം അങ്ങനെ സംസാരിക്കുള്ളൂ എന്നൊക്കെ ഒരു വക്രീകരണം തെറ്റാ. അദ്ദേഹം ചെയ്ത നല്ല കാര്യങ്ങളെ മുഴുവനും തൃണവൽഗണിച്ചുകൊണ്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരോ മറ്റുള്ളവരൊക്കെ എന്ത് വൃത്തിയോട് പറഞ്ഞാലും അതിനെല്ലാം തലോടുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് കുറെ നാളുകളായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊന്നും ശരിയായ രീതിയല്ല. അദ്ദേഹം പറഞ്ഞു ചില വിവരദോഷങ്ങൾ ഇതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു. അത് ഈ രണ്ട് വാക്കുകളുടെ ആ ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത് അത് ഒരിക്കലും അത് പലരും വിമർശിച്ചിട്ടുണ്ട്. അത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഒരുപക്ഷെ ഉദ്ദേശിച്ചത് അതല്ലായിരിക്കാം. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ അങ്ങനെ ഒരു റൈറ്റപ്പ് വരുമ്പോൾ അതിനെ ഞങ്ങളുടെ ഇനിയും നാളുകളിൽ എന്താ പറയാ പ്രളയം ഉണ്ടാവുമോ അല്ലെ ഇനി കിറ്റ് കൊടുത്തോ ഒന്നും ഒരു ഭരണത്തിലേറാൻ വേണ്ടിയിട്ടാണോ? ജനങ്ങളെ പട്ടണം കിടിക്കാൻ നോക്കുന്ന ഏതൊരു ഗവൺമെന്റും ചെയ്യുന്ന അത് കേരളത്തിലെ ഗവൺമെന്റ് ചെയ്തു. ഇത് വാങ്ങിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ വിമർശിക്കുന്നവരെല്ലാം ഇത് വാങ്ങിച്ചു. അതെന്തുകൊണ്ട്? അതൊരു ഗവൺമെന്റിന്റെ പ്രതിബദ്ധതയല്ലേ. അപ്പൊ അതിനെയൊക്കെ ചോദ്യം ചെയ്യുമ്പോൾ മുഖ്യമന്ത്രിയെ ചൊടിപ്പിച്ചതെന്നാണ് താങ്കൾ പറയുന്നത്. രണ്ട് വരി, കിറ്റും ഈ പ്രളയവും, അതാണ് അലോസരമുണ്ടാക്കിയെന്നാണ് താങ്കൾ പറയുന്നത്. ശ്രീ പി ജോസഫ്, ഈ നാട്യങ്ങളില്ലാതെ പെരുമാറുന്ന അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ പറയുന്ന ആളാണ് മുഖ്യമന്ത്രി എന്ന്
പറയുകയും പലകുറി മുഖ്യമന്ത്രിയെ പ്രകീർത്തിക്കുകയും ചെയ്ത ആണ് 2024-ലും 2020-ലും ഒക്കെയുള്ള വാചകങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. അങ്ങനെ ഈ 2020-ലൊക്കെ അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങളും മുഖ്യമന്ത്രി വാനോളം പുകഴ്ത്തുന്ന ഒരു ഇടത് ശൈലിയിൽ തന്നെ ഒരു പുരോഹിതൻ സംസാരിക്കുന്ന രീതിയിലുള്ള വാചകങ്ങളാണ് കണ്ടത്. അപ്പോൾ സർക്കാരിനെതിരെ ഒരു പ്രതിപക്ഷ സ്വരമായിട്ടല്ല അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഇപ്പോഴത്തെ നമ്മുടെ മുന്നിലുള്ള ഈ പ്രതികരണങ്ങൾ വരുന്നത്. ഒരു സർക്കാർ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം, പാർട്ടിയുടെ നല്ലതിന് വേണ്ടിയാണ് ഞാൻ കാക്ഷിക്കുന്നത് എന്ന് ഏറ്റവും ഒടുവിലായി പോലും അദ്ദേഹം തുറന്നു പറഞ്ഞില്ലെങ്കിലും അദ്ദേഹവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ പറയുന്നത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ പോലും വിമർശനം ഉന്നയിക്കുമ്പോൾ വിവരദോഷികളാകുന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ നിലപാട്? മാർ കൂർലോസിന്റെ ഈ വാക്കുകളെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു ബിഷപ്പ് എന്ന നിലയിൽ നമുക്കിവിടെ ക്രൈസ്തവ സമൂഹത്തെ അദ്ദേഹത്തെ അംഗീകരിച്ചെന്ന് അറിയാൻ മേല. അദ്ദേഹം ഒരു ചെറിയ നിരണം എന്ന് പറയുന്ന സ്ഥലത്ത് 5 വീട്ടുകാരുടെ ഒരു സഭയുടെ അദ്ദേഹത്തിന്റെ മെയിൻ പ്രവർത്തനം ഇടതുപക്ഷ നയങ്ങളെ എക്കാലവും പ്രകീർത്തിക്കാൻ വേണ്ടി ബിഷപ്പെന്ന ആ പേരിൽ ഉപയോഗിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അല്ലാതെ ഒരു ബിഷപ്പോ ഒരു ആത്മീയ തലത്തിലുള്ള ആ കാര്യങ്ങളെ പറ്റി നമുക്കറിവില്ല. എന്നുവെച്ചാൽ യാക്കോബ സഭക്കാർ പോലും പുള്ളിയെ ഒരു കാലത്തും അംഗീകരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന്റെ മെയിൻ പരിപാടികൾ നാളിതുവരെയുള്ള ക്രൈസ്തവ സമൂഹം പൊതുവായി എടുക്കുന്ന നിലപാടുകളെ മുഴുവൻ തള്ളി പറഞ്ഞുകൊണ്ട് ക്രിസ്തുവിന്റെ നിലപാടുകൾക്ക് പുള്ളി പറഞ്ഞാണ് ശരിയെന്നുള്ളൊരു വ്യാഖ്യാനം കൊടുത്തുകൊണ്ട് എക്കാലവും പിണറായി ഗവൺമെന്റിനെയും പിണറായി അടക്കമുള്ള നേതാക്കന്മാരെയും ഒക്കെ എപ്പോഴും പുകഴ്ത്തുന്ന ഒരു സ്വഭാവമാണ് കാണുന്നത്. ശ്രീ പിണറായി വിജയൻ അന്നത്തെ നേരത്തെ താമരശ്ശേരി ബിഷപ്പായിരുന്ന മത്തായി ചാക്കോയുടെ ശവസംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് അന്നത്തെ ബിഷപ്പായിരുന്ന പിതാവിനെ നികസ്റ്റൈവി എന്ന് വിളിച്ചപ്പോഴും അതിനെതിരെയൊന്നും പ്രതികരിച്ചിട്ടുള്ള ആളല്ല ഈ മാർ കൂർലോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് തന്നെ നമുക്ക് പറയുവാൻ സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ഇന്നത്തെ പ്രസ്താവന അദ്ദേഹത്തിന്റെ ഒരുപക്ഷെ പിണറായി വിജയനോടുള്ള ഈ ഗവൺമെന്റ് തോറ്റയിലുള്ള വികാരത്തിന് വേണ്ടി പറഞ്ഞതായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം വിവരദോഷിക്കുന്നത്. കിട്ടിയെന്നാണോ ശ്രീ പി ജോസഫ് താങ്കളുടെ നിലപാട്? കിട്ടി, ഒറ്റവാക്ക് പറഞ്ഞാൽ കിട്ടേണ്ടത് കിട്ടി. അത് ചിലപ്പോ ഇന്ന് അദ്ദേഹത്തിന്റെ നിലപാടിനാണ് ഡൽഹി പറഞ്ഞിരിക്കുന്നതാണ്. അയ്യോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെയും അദ്ദേഹത്തെ തള്ളിപ്പറയാൻ ഞാൻ തയ്യാറില്ല പറഞ്ഞു. അദ്ദേഹം ഒരു സ്ഥിരമായിട്ടും അദ്ദേഹത്തിന്റെ ഒരു വിമർശനങ്ങൾ പിൻവലിച്ചിട്ടില്ല. വിമർശനം പിൻവലിച്ചാൽ പിന്നെ അദ്ദേഹത്തിന് ഉള്ളവരോട് പോകുന്നു. ഞാൻ പിണറായി വിജയനോട് നേരെ പറയാൻ പോലും തയ്യാറല്ല. അദ്ദേഹം പറഞ്ഞതിനെതിരെ ഒന്നും എനിക്ക് മറുപടി ഇല്ലെന്നാ പറഞ്ഞു. ഇതിന്റെ അർത്ഥം വിമർശനം ഞാൻ പിൻവലിക്കില്ലെന്ന് പറഞ്ഞു. വിമർശനം ഒരു താത്വികമായിട്ട് അത് ശരിയാണ്, വിമർശനം പിൻവലിക്കേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹത്തെ തള്ളി പറഞ്ഞപ്പോൾ പോലും അദ്ദേഹത്തിന് വേദന അങ്ങനെ കിട്ടേണ്ടത് കിട്ടി എന്നാണ് കാത്തലിക് ഫെഡറേഷന്റെ തുടർന്നോളൂ ഒന്ന് ഫ്രീസ് ആയി പോയതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകളെ വെച്ചുകൊണ്ട് പിണറായി വിജയന്റെ ഇപ്പം ഹിറ്റ് കൊടുത്തതിനെ മറ്റൊന്നും കാണേണ്ട കാര്യമില്ല. പിണറായി വിജയനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം എക്കാലവും ഒരേ നിലപാടിന് വ്യക്തിത്വമാണ്. അദ്ദേഹം ഉള്ള കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് ക്രൈസ്തവ സമയത്തോട് അദ്ദേഹത്തോട് ഇണക്കൊന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ചില പദപ്രയോഗങ്ങൾ എക്കാലവും നമുക്ക് എതിർപ്പുണ്ട്. നികസ് ടി വി എന്നുള്ള പ്രയോഗം അല്ലെങ്കിൽ ഇന്നലെ തന്നെ ആലോചിച്ച് നോക്കി, സമസ്ത പറഞ്ഞ അതിനൊന്നും വിട്ടിട്ടില്ല. വെള്ളാപ്പള്ളി നടരാശൻ വിമർശിച്ചിട്ടുണ്ട്, അതിനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ കൂർലോസ് പിതാവ് പറഞ്ഞപ്പോൾ മാത്രം, ബിഷപ്പ് പറഞ്ഞപ്പോൾ മാത്രമേ വിമർശിച്ചു. അതാണ് ഞാൻ പറഞ്ഞത്. ഇവിടുത്തെ പൊതുവായി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ ക്രൈസ്തവരെ ഏറ്റവും ആർക്കും എന്തും പറയാവുന്ന അവസ്ഥയാണ്. ക്രൈസ്തവ നേതാക്കന്മാരായിക്കോട്ടെ, അവരുടെ ബിഷപ്പുമാരായിക്കോട്ടെ, അവരെ എന്തും പറയുന്നത് തെറ്റില്ല. മറ്റുള്ളവരെ പറയുന്നതിന് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. അവരെ പറയത്തുമില്ല, ആരും വിമർശിക്കത്തില്ല. സമസ്തയുടെ ഇന്നത്തെ വിമർശനത്തെ ആരും മറുപടി പറയുന്നില്ല. സാക്ഷാൽ ശ്രീ SNI ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടരാജന്റെ വിമർശനത്തെ ഒന്നും പറയാനില്ല. അപ്പൊ പറയാനുള്ളത് ആരാണ്? ഈ ബിഷപ്പിന്റെ വിമർശനം മാത്രമാണ്. അതാണ് ആ വിവേചനത്തെയാണ് നമ്മൾ കാത്തലിക് ഫെഡറേഷനാണ് എതിർക്കുന്നത്. അത് പാടില്ല. എല്ലാവരോടും ഒരേ നിലപാട് എടുക്കണം. മുഖ്യമന്ത്രി ആണെങ്കിലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്തൊക്കെ തന്നെയാണെങ്കിൽ പോലും നിലപാടുകൾ എടുക്കുന്ന വിമർശിക്കുന്ന എല്ലാവരെയും വിമർശിക്കും. ചില വ്യക്തികളെ മാത്രം എടുത്ത് വിമർശിക്കും. അത് ബിഷപ്പ് ആയിക്കോട്ടെ, ഇല്ല ക്രൈസ്തവ നേതാക്കന്മാരാകട്ടെ. ഇപ്പൊ നമുക്കിപ്പം ക്രൈസ്തവ നിലപാടുകൾ ഇപ്പം ഇപ്രാവശ്യത്തെ തൃശ്ശൂർ ഇലക്ഷനോട് കൂടി മനസ്സിലായി. LDFന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റ് എന്നുള്ളതും UDFന്റെ ഫിക്സഡ് ഡിപ്പോസിറ്റൊക്കെ മാറി. അവരും മാറി ചിന്തിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ അതുകൊണ്ട് വിമർശനങ്ങളെ ഉൾക്കൊള്ളുവാനും അവയെ സ്വീകരിക്കുവാനും അവയെ നല്ലതെങ്കിൽ മാറ്റത്തിന് വേണ്ടിയുള്ളതാകാനും ഉള്ള ഒരു നിലപാടായിരിക്കണം എക്കാലവും മുഖ്യമന്ത്രി എടുക്കേണ്ടത്, ആ പാർട്ടിയും എടുക്കേണ്ടത്. ഇതൊന്നും ഒരു ചൂണ്ടുപലകയല്ല. നിയമസഭാ ഇലക്ഷൻ വരുമ്പോൾ വീണ്ടും വേണം LDF ജയിക്കാം. ഇതിനൊന്നും യാതൊരു തർക്കവുമില്ല എന്നാണ് എനിക്ക് ഈ സ്ഥലത്തിൽ പറയുവാനുള്ളത്. ശരി, ശ്രീ റെജി ലൂക്കോസ്, ഇവിടെ ചോദിക്കുന്ന ചോദ്യം ഈ കാത്തലിക് ഫെഡറേഷന്റെ പ്രതിനിധിയിൽ നിന്നുണ്ടായതായാലും അല്ലാതെയൊക്കെ നമ്മൾ സാമാന്യ യുക്തിയിൽ കേൾക്കുമ്പോൾ സമസ്ത
വളരെ കടുത്ത ഭാഷയിലാണ് ധാർഷ്ട്യം, മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം മുതൽ SFIയുടെ അക്രമം വരെ എന്നാണ് സമസ്ത മുഖപത്രത്തിൽ സുപ്രഭാതത്തിൽ എഡിറ്റോറിയലായി വന്നത്. അപ്പോൾ അങ്ങേയറ്റത്തെ പ്രതികരണമാണ് അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ അതിനെ വിമർശിക്കാൻ മുഖ്യമന്ത്രിക്ക് കഴിയുന്നില്ല. ഒപ്പം നിന്ന നല്ലതിനു വേണ്ടി കാംക്ഷിക്കുന്ന ഒരു ബിഷപ്പ് പറയുമ്പോൾ അലോസരപ്പെടുത്തുന്നു. അതിൻ്റെ ഒരു ശരികേട് ആ വശം വളരെ വലുതല്ലേ? ജോസഫ് സാറ് പറഞ്ഞത് വളരെ ആദരവോടെ ഞാൻ കേട്ടത്. ജോസഫ് സാർ, ബഹുമാനപ്പെട്ട ജോസഫ് സാറ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലെ ബിഷപ്പ്മാരെ കുറിച്ച് എന്ത് പറഞ്ഞാലും ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞ് തെറ്റായ ഒരു സമയം അങ്ങനെ വിചാരിക്കരുത്. കാരണം ക്രിസ്ത്യൻ സമൂഹത്തിനോടൊപ്പം നിന്നിട്ട് അവരെ ഏത് രീതിയിലും തങ്ങളോടൊപ്പം നിർത്തുന്നതിലും ആ സമൂഹം തന്നെ വളരെ രീതിയിൽ ഈ ഇടതുപക്ഷത്തിനോട് കാണിക്കുന്ന അനുഭവമൊക്കെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നവരാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ. ഞാനൊരു ഉദാഹരണം ജോസഫ് സാറിന് മുമ്പ് വെക്കാം. ജോസഫ് സാറെ, പൂഞ്ഞാറിലൊരു പള്ളിയുടെ കോമ്പൗണ്ടിൽ കുറെ കുട്ടികൾ വാഹനം ഓടിച്ചതിനായിട്ടുള്ള ഒരു വിവാദം ഉണ്ടായപ്പോൾ അതിനെ മുഖ്യമന്ത്രി എന്ത് നിലപാടെടുക്കണം എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടികളെ അത് ചെയ്ത് തെറ്റാണെന്നും അത് കാണിച്ചത് പോക്കൃത്തരമല്ലേന്നും പറഞ്ഞൊരു മുഖ്യമന്ത്രിയാണ് കേരളത്തിലുള്ളത്. അപ്പൊ ആ മുഖ്യമന്ത്രി ക്രിസ്ത്യൻ സമൂഹത്തിനെ മാത്രം മുഖം തിരിക്കുന്നു പറയുന്നത് ഒരിക്കലും ശരിയല്ല. പിന്നെ സമസ്ത, ഞാൻ പറഞ്ഞല്ലോ, ബഹുമാനപ്പെട്ട ബിഷപ്പ് അദ്ദേഹത്തിന്റെ 2 വാക്കുകളെ വിമർശിച്ചു എന്ന് പറഞ്ഞതിന്റെ പേരിൽ കാണുന്നതിനെല്ലാം വിമർശിക്കേണ്ട ആവശ്യമില്ല. കാരണം വിമർശിക്കാൻ എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. വിമർശനങ്ങളിലൂടെയാണ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകുന്നത്. വിമർശിക്കാനില്ലാത്തൊരു സമൂഹം അരാജകത്വത്തിലേക്ക് പോകും, ഏകാധിപത്യത്തിലേക്ക് പോകും. അത് ഇന്ത്യ കഴിഞ്ഞ 10 വർഷമായിട്ട് കണ്ടോണ്ടിരിക്കുക. ഇവിടുത്തെ മാധ്യമങ്ങളുടെ പോലും, കേരളത്തിലല്ല ഉത്തരേന്ത്യൻ മാധ്യമങ്ങളെ, ദേശീയ മാധ്യമങ്ങളുടെ പോലും മൂടിക്കെട്ടിക്കൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളെ ഏതെല്ലാം രീതിയിലാണ് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്നുള്ള ജോസഫ് സാറിനോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അതിന് ജനം മറുപടി കൊടുത്തു കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ മുമ്പിൽ വിമർശനങ്ങൾ അനിവാര്യമാണ്. വിമർശനമില്ലാത്തൊരു സമയം മുമ്പോട്ട് പോകുന്നില്ല. വിമർശനങ്ങളെല്ലാം സഹിഷ്ണുതയോടെ കാണേണ്ടതാണ്. മഹാത്മാഗാന്ധിയും എന്തിനെ ജവഹർലാൽ നെഹ്റു പോലും എന്താ പറഞ്ഞേ, കാർട്ടൂൺ ശങ്കറിനോട് താങ്കൾ എന്നെ വിമർശിച്ചിട്ടാണെങ്കിലും താങ്കൾ കാർട്ടൂണുകൾ ഇടൂ എന്നാണ് സൗഹൃദത്തിൽ പറഞ്ഞത്. അങ്ങനെ ഒരു ജനാധിപത്യ പാരമ്പര്യമുള്ള ഇന്ത്യയിൽ നമ്മൾ ഈ രീതിയിൽ ചിന്തിച്ച് ഒരു മുഖ്യമന്ത്രി ക്രിസ്ത്യൻ സമൂഹത്തിനോട് എതിരാണെന്നും പറയരുത്. അതൊരു വക്രീകരണമാണ്. അത് RSSന്റെ കൂടാരത്തിൽ കെട്ടാനായിട്ടുള്ള ചില ആളുകളുടെ, വളരെ അപൂർവം ചില ആളുകളുടെ ശ്രമമാണ്. അതിൽ അവർ വിജയിക്കുമോ എന്ന് തോന്നിയാൽ ഒരിക്കലും വിജയിക്കത്തില്ല. കാരണം ഇന്ത്യയിൽ വിചാരധാരയിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഇന്ത്യയിൽ നിന്ന് ആദ്യം പുറത്താക്കേണ്ട കമ്മ്യൂണിസ്റ്റുകാർ, രണ്ടാമത് പുറത്താക്കേണ്ട മുസ്ലിംസ്, മൂന്നാമത് ക്രിസ്ത്യാനികൾ. അമിത്ഷാ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയെ ഇവിടെ നിന്ന് പുറത്താക്കുന്നതിനെ കുറിച്ച് കഴിഞ്ഞ 1 മാസം മുമ്പ് പറഞ്ഞത് ജോസഫ് സാർ ഓർക്കുന്നുണ്ടോ? അപ്പൊ ഇതെല്ലാം ഈ സമൂഹം കണ്ടോണ്ടിരിക്കുക. കേരളത്തിലെ നമ്മുടെ വിലയേറിയ സമൂഹത്തിനെ, കേരളത്തിലെ വിവരമുള്ള സമൂഹത്തിന് തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റത്തില്ല. അതിൽ ഒരു തർക്കമില്ല കാര്യത്തിൽ. അപ്പൊ അത് വേദനയോ വിഷമോ എന്തുണ്ടെങ്കിലും അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുമായിട്ട് മുഖ്യമന്ത്രിയായിട്ട് ചർച്ച ചെയ്ത് തീർക്കുക. അതിനെല്ലാ വാതിലുകളും തുറന്നിട്ടുണ്ട്. ഒരു ബിഷപ്പിനെയും കാണാതിരിക്കാനായിട്ട് മുഖ്യമന്ത്രി ഇന്നുവരെ തയ്യാറായിട്ടില്ല. അദ്ദേഹം കാണാൻ തയ്യാറായിട്ടുണ്ട്. എല്ലാവരുടെയും കാര്യങ്ങൾ കേൾക്കും. പക്ഷെ ഒരു ഇടതുപക്ഷ മുഖ്യമന്ത്രി എല്ലാവരും ഒരുപോലെ കാണത്തുള്ളൂ. കേരളത്തിന്റെ പ്രത്യേകത, നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളെ കേരളത്തിന്റെ പ്രത്യേകത തന്നെയാണ്. അപ്പൊ അതിനെ നമ്മൾ കോണർ ചെയ്യരുത്. വീണ്ടും അധികാരത്തിൽ വന്നേക്കാം, ഇതൊരു ചൂണ്ടുപറയല്ല എന്നൊക്കെ ജോസഫ് സാർ പറഞ്ഞതിനോട് ഞാനും അദ്ദേഹത്തിന് മുക്തകണ്ഠം പ്രശംസിക്കുക. അദ്ദേഹത്തിന്റെ നിഷ്പക്ഷ നിലപാട് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ഇത്തരം സത്യങ്ങളെ മറന്നുകൊണ്ട് നമ്മൾ പറയരുത്. 2 വാചകങ്ങൾ, അത് കേരളത്തെ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത 2 വാക്യങ്ങള് ബഹുമാനപ്പെട്ട കൂർലോസ് തിരുമേനിയുടെ വായിന്നുണ്ടായപ്പോൾ അതിനെയാണ് അദ്ദേഹം വിമർശിച്ചത്. അല്ലാണ്ട് സമസ്തയെ പോലുള്ളവർ വിമർശിക്കുമ്പോൾ ആ വിമർശനത്തിനെ എതിർക്കാനായിട്ട് മുഖ്യമന്ത്രി നിൽക്കുകയല്ല. ആ വിമർശനത്തിനെ ഉൾക്കൊള്ളത്തേ ഉള്ളൂ. ഏത് ഭാഷയെ പറഞ്ഞാലും അവരാരും കിറ്റിന്റെ കാര്യമോ അല്ലെ പ്രളയത്തിന്റെ കാര്യം ഒന്നും പറഞ്ഞിട്ടില്ല. ഞാനത് മുഴുവൻ വായിച്ചാടാ. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ ഒരു നീതിയും പിണറായി വിജയനെ മോശമായിട്ട് സംസാരിക്കുന്നവരും അല്ലാത്തവർക്കും വേറൊരു നീതിയും എന്നുള്ള ഈ കാറ്റഗറൈസേഷൻ അപകടകരമാണ്. അത് തെറ്റാണ്. പിണറായി അറിയാവുന്നവർക്കറിയാം. അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന ആളാ. ഒരു ചാഞ്ചാട്ടവും ഇല്ല. ഒരു കാര്യം തീരുമാനിച്ചാൽ അതിൽ ഉറച്ചു നിൽക്കും. ഏത് പക്ഷത്തിനോടൊപ്പമാണോ ശരിയെന്നാൽ അതിൽ നിൽക്കുന്നതിന് മടിയില്ലാത്ത ഒരാളാണ്. അതായത് ജോസഫ് സാർ തന്നെ പറഞ്ഞു അത് അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ടോ ആർജവത്തോടെയാണെന്നുള്ളവരും. അതാണ് അതിന് ശരി. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ സമൂഹം അസഹിഷ്ണുതമായ സമൂഹത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. വർഗീയപരമായി നമ്മളെ ഭിന്നിപ്പിക്കുന്ന ഘടകങ്ങളിൽ വലിയ രീതിയിൽ കുടിയേറിക്കൊണ്ടിരിക്കുകയാണ്. റെജി ലൂക്കോസ്, എന്തായാലും മുഖ്യമന്ത്രിയുടെ പദപ്രയോഗം അതിരുവിട്ടതായിരുന്നു. ആ പദപ്രയോഗത്തിന്മേലുള്ള പ്രതികരണം ഇന്ന് കുർലോസ് അദ്ദേഹത്തിന്റെ പുരോഹിതന്റെ ഭാഗത്ത് നിന്നും തേടിയെങ്കിലും അദ്ദേഹം അതിനോട് പ്രതികരിക്കാൻ തയ്യാറായില്ല. അതേസമയം ഉന്നയിച്ച വിമർശനങ്ങൾ അതേപടി അതേ ഫോറത്തിൽ തന്നെ തുടരുകയും ചെയ്യുകയാണ്.